ഞാൻ കേട്ട് കേട്ട് മടുത്ത് നിന്റെ ഉള്ള കഥകളെല്ലാം. ഇനി ഈ കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കല്ലേ. ആമി ആമി നിർത്തേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ മനസ്സിലാക്കി. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഈ കൊച്ചിയിലെ ഗ്യാങ് മുഴുവൻ എൻ്റെ പുറകെയാ. എൻ്റെ പുറകെ വന്നാൽ അത് നിനക്കും കൂടി പ്രശ്നമാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫോൺ ഓഫ് ആക്കിച്ച് പോയത്. എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ മനസ്സിലാക്കാത്തത്? അല്ലെങ്കിൽ പണ്ട് നീ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഞാൻ അത്ര വലിയൊരു പ്രശ്നത്തിലാണ് പോയി പെട്ടിട്ടുള്ളത്. മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ മനസ്സിലാക്കി. ഓൻ എന്താ നമ്മളോട് പറഞ്ഞത്? ഓൻ അവിടുന്ന് ഉത്സവപ്പറമ്പിൽ ഉണ്ടാക്കിയ കച്ചറേൻ്റെ ബാക്കിയായിട്ടാണ് ഈ വേങ്ങരക്കാർ വന്ന് അന്ന് ഇവനെ തല്ലിയെന്നാണ് ഓൻ നമ്മളോട് പറഞ്ഞത്. പക്ഷെ എന്നാൽ അതല്ല ശരിക്കും സംഭവം. ശരിക്കും സംഭവിച്ചാൽ എന്താ വെച്ചാൽ, ചീരക്കന്മാരെ വീട്ടിൽ ഓൻ രാത്രി ഒരു ദിവസം പോയി കൊണ്ടയാക്കിയത് നമ്മളെ ഷഫീഖാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കൂട്ടുണ്ടാവും. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഓൻ ഉണ്ടായില്ല. അപ്പോൾ അടി കിട്ടിയപ്പോൾ ഓൻ ഒറ്റയ്ക്ക്. പറയാൻ നിൽക്കല്ലേ. അതെങ്ങനെ ശരിയാവാ? നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ മര്യാദക്ക് യൂസ് ചെയ്തതല്ലേ. എൻ്റെ ഒരു ഫ്രണ്ടോടെ നമ്മൾ അവിടെ പോയി കാണാം. ഇതൊന്നും ഇപ്പം എന്തായാലും ശരിയാവില്ല. ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇപ്പം നടക്കൂല. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ പറയണത്? ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ പറയണത്? നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ ചെയ്തു എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയണത്?